പ്രവർത്തനത്തിന്റെ ഭാഗം അഭ്യുതകാംക്ഷികൾ തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും കൂടുതൽ ഭാഗഭാക്കാക്കേണ്ട ആളുകൾ അവിടെ പുറകിൽ നിൽക്കുക നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ട്രെയിൻ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള യാത്ര ദുരിതം. അതിൻ്റെ ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ ഇവിടെ റോട്ടറി ക്ലബിൻ്റെ സംയുക്തത്തോടെ സഹായത്തോടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഓട്ടോ ബൂത്ത്. സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, മിസ്റ്റർ മുരളി കുമാരപുരി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നമ്മുടെ UN ഓഫീസിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പല ഐറ്റംസ് നമ്മൾ വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ എയർപോർട്ടിലൊക്കെ തന്നെ യാത്ര അയക്കാൻ പോകുമ്പോൾ ഒരാൾ യാത്ര അയക്കണമെങ്കിൽ ഒരു 10 പേര് യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകും. അദ്ദേഹം സൂചിപ്പിച്ചതേ ഉള്ളൂ, ഈ എയർപോർട്ടിലുള്ള ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോംബ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖല മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സംഗതിക്കാണ് നമ്മുടെ ആളുകൾ യാത്രയിൽ വേണ്ടി പോകുന്നത്. അപ്പോൾ ലോകത്താകെ തന്നെ ആളുകൾ എയർപോർട്ടിൽ ആളുകളെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ യാത്ര അയക്കാനോ പോകാത്ത ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, നമ്മളുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ ആളുകൾ ഇങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എതിർത്തുനില വടകര റെയിൽവേ സ്റ്റേഷനിൽ പൂട്ടിക്കിടന്ന ഒരു പ്രീപെയ്ഡ് ഓട്ടോ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടിയുള്ള വഴിയാണ് നമ്മുടെ നിയമത്തിൽ പ്രീപെയ്ഡ് ഓട്ടോയിൽ നിങ്ങൾ കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേഷൻ വേണം. 15 കൊല്ലമായിട്ടും ഈ ബൂത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ മുൻകൈയെടുത്തത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ SP ബൈജു സാറാണ് ഇതിന് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ കൂടുതൽ കാശ് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി ടിക്കറ്റ് മാത്രമേ